വ്യൂവേഴ്സ്, ഇന്ന് നമുക്ക് ചക്കയുടെ ഉണ്ടാക്കിയാലോ? ഇതൊക്കെ എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമായിരിക്കും അല്ലേ? എങ്കിലും ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. വരിക്കച്ചക്കയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ചക്കച്ചോളം നന്നായിട്ട് കുരുവൊക്കെ കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കുക, കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതിനെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല, കാരണം നമുക്ക് മാവ് കുഴയ്ക്കുമ്പോൾ വേറെ വെള്ളം ചേർക്കുന്നുണ്ടല്ലോ. പിന്നെ ഒരു പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാമേ. ഇത് നന്നായിട്ട് ശർക്കര പാവ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ച് അത് വെച്ച് ശർക്കര പൊടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉരുക്കി കിട്ടുമേ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മാവ് എടുക്കുക. നമ്മളിവിടെ ഒരു 8 അടയ്ക്ക് കണക്കാക്കിയാണ് മാവ് എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ശർക്കര പാവ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. ഇനി നമുക്ക് മാവിനകത്തേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇടാമേ. നമ്മളിവിടെ ഒരു ഫുൾ തേങ്ങയാണ് ഇട്ടേക്കുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്നത് നമ്മുടെ ചക്കയുടെ ആ മിക്സില്ലേ, അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാമേ. ഇപ്പോൾ വെള്ളം കുറവായിരിക്കും. അപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ശർക്കര പാവ് ആവശ്യത്തിനനുസരിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരുമിച്ചിട്ട് ആദ്യമേ തന്നെ ഒത്തിരി ഒഴിക്കരുത്. വെള്ളത്തിൻ്റെ അളവ് നോക്കി വേണം. പിന്നെ മധുരവും കണക്കാക്കിയിട്ടാണ് അത് ഒഴിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയില വാട്ടിയെടുക്കാമേ. ഇടനേല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടനേലയിൽ ചെയ്യാം. നമ്മൾ ഇവിടെ വാഴയിലയാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് വാട്ടിയിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ മാവ് എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് പരത്തി എല്ലാം മടക്കിയെടുക്കാം. ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കുമല്ലോ ഓരോ ഫുഡ് ഉണ്ടാക്കുന്നത്. ഇത് എൻ്റെ മാത്രം റെസിപ്പിയാണ്. ഇതിനൊരു നാടുമായിട്ടും ബന്ധമില്ല. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് വന്നുണ്ടാക്കിയപ്പോൾ ട്രിവാൻഡ്രത്ത് വേറെ രീതിയിലാണ് ഇലയുടെ ഉണ്ടാക്കുന്നത്. എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുന്നത് വേറെ രീതിയിലാണ്. ഞാനിതിപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ്. ഇതെൻ്റെ മാത്രം റെസിപ്പിയാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിനകത്ത് നമ്മൾ ഓവർ മധുരം വന്നിട്ടില്ല. കാര്യം നമുക്ക് ഉണ്ടാക്കിയ ശർക്കരപ്പാവ് മുഴുവനായിട്ടും വേണ്ടി വന്നില്ല. അപ്പോൾ കുറച്ച് ശർക്കരപ്പാവ് വെച്ചിട്ടാണ് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ഇവിടെ നമ്മുടെ വീട്ടിൽ ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അതും കൂടെ കണക്കാക്കിയാണ് മധുരം കാര്യങ്ങളൊക്കെ ചേർത്തത്. പിന്നീട് നമ്മളൊരു കടുങ്കാപ്പിയൊക്കെ ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ കഴിച്ചു. നമ്മുടെ രാത്രിയിലത്തെ ഡിന്നറായിരുന്നു ഇത്. ഇതൊക്കെ ആകുമ്പോഴത്തേന് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണല്ലോ. ആവിയിൽ വേവിക്കുന്ന സാധനങ്ങൾക്ക് എപ്പോഴും അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു. ഏലക്കയൊക്കെ ഇട്ടത് കൊണ്ട്. ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നട്ട്സൊക്കെ ഇടാം കേട്ടോ. അങ്ങനെ ആവിയൊക്കെ വന്നപ്പോഴത്തേക്കിനും നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വെക്കുമ്പോഴത്തേക്കിനും ചില ഭാഗം വേകാതിരിക്കും. നമുക്ക് എല്ലായിടത്തും ഒരേപോലെ ആവി വരാത്തതുണ്ട്. അപ്പോൾ ഇടയ്ക്ക് അതൊന്നും എടുത്ത് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുമേ. അപ്പോൾ നമ്മുടെ അടയൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പറ്റുന്നവരൊക്കെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഒക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.